മധ്യകേരളത്തിലേക്കാണ് ഇനി ടോപ്പ് 10 പോകുന്നത്. മധ്യകേരളത്തിൽ ജനമനസ് ആർക്കൊപ്പം എന്നതാണ് വിവരങ്ങൾ. വിശദാംശങ്ങൾ ശ്രീജിത്ത് നായർ നൽകും. ശ്രീജിത്ത്, ഈ മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ജനമനസ് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ UDF വലിയ തകർച്ച നേരിട്ടതാണ്. അപ്പോഴൊക്കെ പിടിച്ചു നിന്നത് ഈ മധ്യകേരളത്തിലാണ്. ഒരു പൊതുചിത്രം എങ്ങനെയാണ്? അശ്വതി, വലിയ പ്രതീക്ഷയോടുകൂടി UDF ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മധ്യകേരളത്തിലെ ജില്ലകൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യകേരളം ആണ് ഈ UDFന്റെ സീറ്റുകൾ തിരിച്ചുപിടിച്ച് അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും സീറ്റുകൾ വന്ന് ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നത് എന്ന ചോദ്യം കൃത്യമായി LDF എല്ലാ ഘട്ടത്തിലും ചോദിക്കുമ്പോൾ മധ്യകേരളത്തിലെ സീറ്റുകളിൽ പ്രതീക്ഷ വെച്ച് തന്നെയാണ് UDF മുന്നോട്ട് നോക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല ഇനിയിപ്പോൾ മണിക്കൂറുകൾ, വെറും 10 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ അവസാന കണക്കൂട്ടലുകളിലും കുറേയധികം LDF സീറ്റുകൾ തങ്ങളുടെ കൈവശം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മധ്യകേരളത്തിലാണ്. വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം 2021 ഉണ്ടായപ്പോഴും എറണാകുളം ജില്ലയിൽ 9 സീറ്റുകൾ, 14 മണ്ഡലങ്ങളിലെ 9 സീറ്റുകളും UDF സുരക്ഷിതമായി കാത്തിരുന്നു. പക്ഷേ കോട്ടയവും ഇടുക്കിയും UDF കോട്ടകളായി കരുതപ്പെടുന്നുണ്ടെങ്കിലും അത് ഒക്കെ LDF കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും നടത്തുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് 14 മണ്ഡലങ്ങളുള്ളതിൽ ഏതാണ്ട് 12 മണ്ഡലങ്ങളിൽ എറണാകുളത്ത് ഈ ഘട്ടത്തിൽ UDF വിജയലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. P. രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി ഉൾപ്പെടെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 മണ്ഡലങ്ങൾ അവർക്ക് അല്പം ആത്മവിശ്വാസക്കുറവുള്ളത്, ഒന്ന് കോതമംഗലത്തും മറ്റൊന്ന് കൊച്ചിയിലും മാത്രമാണ്. ബാക്കി തൃപ്പൂണിത്തുറയിലാവട്ടെ, ഒപ്പം കളമശ്ശേരി ആവട്ടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ തൃപ്പൂണിത്തുറ നിലവിൽ K. ബാബു കഴിഞ്ഞ തവണ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ LDF ആ ഘട്ടത്തിൽ പുലർത്തുന്നുണ്ട്. എന്തായാലും ഒരു 12 സീറ്റ് എന്തായാലും ഇവിടെ പ്രതീക്ഷിക്കുമ്പോൾ കോട്ടയത്തും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അവിടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം കോട്ടയത്ത് UDFന്റെ കോട്ടയായി കരുതപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം സീറ്റുകളെല്ലാം തന്നെ LDF കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ജോസ് കെ മാണി പോയ പോക്കിന് കുറേ സീറ്റുകൾ നഷ്ടപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇത്തവണ മലബാറിൽ എങ്ങനെയാണോ മുസ്ലിം കൺസോളിഡേഷൻ്റെ ഒരു വോട്ട് UDFന് അനുകൂലമായി വരുന്നു എന്നൊരു എക്സിറ്റ് പോൾ പ്രവചനം ഉണ്ടായ പോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പോളറൈസേഷൻ, ഒരുമിച്ചുള്ള ഒരു UDFന് അവരുടെ ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നിഗമനം നടക്കുന്നുണ്ട്. അത് ആ ഒരു ഇതിൽ ഇടുക്കി, കോട്ടയം ഒക്കെ തന്നെ തങ്ങളോടൊപ്പം പോരും എന്നുള്ള ചിന്തയിലാണ് നിലവിൽ നിൽക്കുന്നത്. പൂഞ്ഞാറിൽ വളരെ ശക്തമായ മത്സരം നടന്ന സ്ഥലമാണ്. പൂഞ്ഞാറിൽ PC ജോർജ് എത്ര വോട്ട് സമാഹരിക്കുമെന്നുള്ളത് തന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ മാറ്റുന്നു. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി കളത്തിലെത്തിയോടുകൂടി മാണി C. കാപ്പനും പാലയിലെ ഒരു മത്സരചിത്രവും മാറി. ചങ്ങനാശ്ശേരിയിലും പ്രതീക്ഷ വെക്കുന്നുണ്ട് UDF. പക്ഷേ ഇവിടെയൊക്കെ അത്ര കൃത്യമായൊരു മത്സരചിത്രം തെളിഞ്ഞ്, അതായത് കൃത്യമായി ആരിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ആലപ്പുഴയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ. പക്ഷേ അവർ ഹരിപ്പാട്, ഒപ്പം അരൂര്, കുട്ടനാട്, അമ്പലപ്പുഴ എന്ന മണ്ഡലങ്ങൾ, സുധാകരൻ്റെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ട് അവിടെ ഈ 2 ജില്ലകളിൽ നിന്ന് ഈ മാക്സിമം സീറ്റുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ 50 സീറ്റുകൾ ഉണ്ടായതിൽ 35 സീറ്റും LDFനൊപ്പമായിരുന്നു. 15 സീറ്റുകൾ മാത്രമാണ് UDF നേടിയത്. എന്നാൽ അത് മാറ്റി ഇത്തവണ 35 സീറ്റിലോട്ട് ഈ മധ്യകേരളത്തിൽ എത്തിയാൽ മാത്രമേ UDFന്റെ വിജയപ്രതീക്ഷ ഫലവത്താവുകയുള്ളൂ. തൃശ്ശൂരിലും നല്ല മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ BJPക്ക് പ്രതീക്ഷയുള്ളൊരു സീറ്റ് തൃശ്ശൂരിലെ ഉള്ളത് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ നഗരകേന്ദ്രീകൃതമായ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ്. പക്ഷേ തൃശ്ശൂരിൽ നല്ല ഗംഭീരമായ മത്സരം നടക്കുന്നത് മണലൂരാണ്. നമുക്ക് ചിന്തിക്കാനാവാത്ത രീതിയിലൊരു പ്രവചനാതീതമായ ഒരു മത്സരമാണ്. അവിടെ TN പ്രതാപൻ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രനാഥും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥി ശക്തരായതുകൊണ്ട് തന്നെ അവിടെയും സാധ്യത UDFന് കുറവാണ്. അവിടെ സംഘടനാ സംവിധാനങ്ങൾ കുറവായത് UDFനെ അലട്ടുന്നുണ്ട്. ഇത് തന്നെ ഗുരുവായൂരിലും ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നതോടുകൂടി ചിത്രത്തിന് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഛായ വന്നു. പാലക്കാട്ടെ നമുക്കറിയാം, നേരത്തെ മലമ്പുഴയിലും ഒപ്പം തന്നെ ചിറ്റൂര്, ഒപ്പം തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട്, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ആയിരുന്ന സീറ്റാണ്. അത് കൈവിട്ടു പോകാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ ഈ മത്സരം എന്ന് പറയുമ്പോൾ മധ്യകേരളം പിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ പോലും ഈ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ഛായ വന്നത് പലയിടത്തും കാര്യങ്ങൾ ഒരല്പം UDFന്റെ മേൽക്കൈ തകർക്കുന്ന ചിന്ത, അല്ലെങ്കിൽ ആ നിഗമനത്തിലേക്ക് എത്താൻ നിരീക്ഷകർ കരുതുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും സംഭവിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് VD സതീശൻ പുലർത്തുന്നത്. ഒപ്പം തന്നെ 2020യുടെ ഒരു സ്വാധീനം ഇക്കാര്യത്തിൽ കുന്നത്തുകാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അശ്വതി, അതുതന്നെയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം, പാലക്കാട്, ഒപ്പം കോട്ടയം, തൃശ്ശൂർ ഒക്കെ തന്നെയും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ജില്ലകളാണ്. മധ്യകേരളത്തിലെ പൊതുവിവരമാണ് ശ്രീജിത്ത് നായർ നൽകിയത്.